ഗുഡ് മോർണിംഗ്. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും സുഖാണെന്ന് എഴുതുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവർ ലഭിക്കുമെന്നുള്ള ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം അതിൻ്റെ 1-ാം വചനമാണ് വിശ്വാസത്തെക്കുറിച്ചുള്ള നിർവചനമായി കണ്ട് നാം ഇന്നലെ പഠിച്ചത്. മറക്കരുത്, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവർ ലഭിക്കുമെന്നുള്ള ഉറപ്പ്, കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യം. എത്ര വചനങ്ങൾ പഠിച്ചു. ഓഗസ്റ്റ് മാസം 1-ാം തീയതി നമ്മൾ പുനരാരംഭിച്ച ഈ ബൈബിൾ വചന പഠനം ഇന്ന് സെപ്റ്റംബർ മാസം 12-ാം തീയതി എത്തി നിൽക്കുമ്പോഴത്തേക്ക് എത്ര വചനം പുറകോട്ട് നോക്കുമ്പോഴത്തേക്ക് എത്ര വചനങ്ങൾ മനഃപ്പാടമാക്കിയത്. ആ പഠിച്ച വചനങ്ങളുടെയൊക്കെ അനുഗ്രഹം തീർച്ചയായിട്ടും പഠിക്കുന്നവരുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ല. അതെനിക്കുറപ്പാണ്, നിങ്ങൾക്ക് ഉറപ്പുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഒന്നും ആയിട്ടില്ല. 37,526 വചനങ്ങൾ വിശുദ്ധ ഗ്രന്ഥത്തിലുണ്ട്. ആ വചനങ്ങളുടെ ഒരു ഭാഗം മാത്രമേ ആയുള്ളൂ. 35,526 verses are there in the Catholic Bible. അതിൻ്റെ ഒരു ഭാഗം മാത്രമേ നമ്മൾ പഠിച്ചുള്ളൂ. 1% പോലും ആയിട്ടില്ല. 1% പോലും ആയിട്ടില്ല. അതുകൊണ്ട് മുന്നോട്ട് ഏറെ പോകാനുണ്ട്. നമുക്ക് വിശ്വാസത്തോടെ, തീഷ്ണതയോടെ ദൈവവചനം പഠിക്കുവാനും അനുഗ്രഹം പ്രാപിക്കാനും ആഗ്രഹിക്കാം. ഇന്ന് പഠിക്കുന്നത് ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 3-ാം വാക്യമാണ്. 11-ന്റെ 3-ാം വാക്യമാണ്. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സിബി വർഗീസ്. പഠിക്കുന്ന വചനം ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 3-ാം വചനം. The letter to the Hebrews chapter 11 verse 3. ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നും ഉണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. വചനം ഇതാണ്: ദൈവത്തിൻ്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നും ഉണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. വളരെ അണ്ടർലൈൻ ചെയ്ത് പറയുക. വിശ്വാസം മൂലമാണ് ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടെന്ന് നാം മനസ്സിലാക്കുന്നത്. ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടത് ദൈവത്തിൻ്റെ വചനത്താലാണ്. ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ലോകമുണ്ടായി. കാണപ്പെടുന്നവ, ഇപ്പോൾ നാം നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നും ഉണ്ടായി. By faith we understand that the worlds were prepared by the word of God, so that what is seen was made from things that are not visible. കാണപ്പെടുന്നവ, ഇപ്പം നമ്മുടെ മുമ്പിൽ കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നും ഉണ്ടായി. കാണപ്പെടാത്തത് ദൈവമാണ്. ദൈവം പറഞ്ഞു ഉണ്ടാകട്ടെ, ഉണ്ടായി. ഒരു മാനുഷിക ശക്തിയുമല്ല, ഒരു സയൻസുമല്ല, ബട്ട് ബൈ ദ വേർഡ് ഓഫ് ഗാഡ്. ദൈവം തൻ്റെ വചനത്താലാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത്. ഞാനും നിങ്ങളും ഒക്കെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. അപ്പോൾ ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചാൽ നമ്മുടെ ചിന്തയ്ക്ക് അതീതമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവം നിങ്ങൾക്ക് സമ്മാനം നൽകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ദൈവം അനുഗ്രഹിക്കട്ടെ.